നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് SCR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇന്ന് മുതൽ ഒരു മാസം പരാതികൾ അറിയിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഈ കരട് വോട്ടർ പട്ടികയുടെ പബ്ലിഷിന് മുൻപ് വോട്ടേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് 2,78,50,855. ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352. 8.65%, 24,08,503. These are uncollectibles. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, 6 ലക്ഷത്തിലധികം പേരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ കണ്ടെത്താനാകാത്തവരെ കുറിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും ആശങ്കയുണ്ടാവുക. അപ്പോൾ ഇനി ഈ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് എപ്പോൾ ഈ പേര് ചേർക്കാനാകും? എന്തൊക്കെ വിവരങ്ങളാണ് രത്തൻ യു കേൽക്കർ പങ്കുവച്ചത്? പ്രവിത, ഇനിയുള്ള ഒരു മാസക്കാലം സ്വയം ആദ്യം പരിശോധിക്കണം തൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ. SIR കഴിഞ്ഞിട്ടുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വെബ്സൈറ്റിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഓരോ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ബൂത്തുകൾ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോരുത്തരുടെയും പേര് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഇത്തരത്തിൽ പേരില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്പീലുകളോ പരാതികളോ നൽകാനുള്ള സമയമാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രോസസ്സ് കൂടി ഈ ഘട്ടത്തിൽ നടക്കും. അതായത് ഈ നേരത്തെ തന്നെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതിൽ ഏതെങ്കിലും രീതിയിലുള്ള അപാകതകളോ സംശയങ്ങളോ ഉള്ളവർക്ക് ഈ അപ്പീലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. ഈ അപ്പീലിന് ഹാജരാകാനുള്ള അപ്പീൽ പ്രവർത്തനങ്ങളും ഈ സമയത്താണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ജനുവരി 22 വരെയാണ്. 22-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അപേക്ഷ നൽകാനും അപ്പീൽ നൽകാനുള്ള സമയപരിധി. അതിനുശേഷമുള്ള ഒരു മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കും. അതിനുശേഷം ഫെബ്രുവരി 21-ന് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ നടപടികൾ നീട്ടണമെന്നുള്ള ആവശ്യം ചീഫ് സെക്രട്ടറി അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിന് കഴിയില്ല. നിലവിൽ 2 ആഴ്ച നീട്ടി നൽകിയിട്ടുണ്ട്. ഇനി കഴിയില്ല എന്നുള്ള മറുപടിയാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. ഇനി കണക്കുകൾ പരിശോധിച്ചാൽ നിലവിൽ സംസ്ഥാനത്ത് ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352 അതിൽ തന്നെ 1,23,83,241 പുരുഷന്മാരുണ്ട്. 1,30,58,731 സ്ത്രീകളുമുണ്ട്. 24,80,503 വോട്ടർമാരെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ലോക്ക് ചെയ്ത വോട്ടർ പട്ടിക അനുസരിച്ച് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അത് ഏകദേശം 8.65%. അതിൽ തന്നെ മരിച്ചവർ, അതായത് ഈ ലോക്ക് ചെയ്ത വോട്ടർ പട്ടികയിൽ മരിച്ചവരായി കണക്കാക്കിയിരിക്കുന്നത് 6,49,000 പേരാണ്. ഒപ്പം കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടിക 6,45,000. താമസം മാറിപ്പോയവർ അത് 8,16,000. കൂടാതെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പേരുള്ളത് അത് 1,36,000. ഒപ്പം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ പെടുന്നത് 1,60,000. ഈ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാൻ വിസമ്മതം കാണിച്ച, ഇത്തരത്തിൽ പലരും എന്യൂമറേഷൻ ജോലികളോട് വിസമ്മതം കാണിച്ച് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റില്ല, എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകില്ല എന്ന രീതിയിൽ ഈ പ്രവർത്തനത്തോട് സഹകരിക്കാതെ മാറി നിന്നവരാണ്. ഈ രീതിയിലാണ് ഈ കണക്കുകൾ. ഇനി എന്തായാലും ഈ കാലഘട്ടം, അതായത് ഒരു മാസക്കാലമാണ് ഏറ്റവും നിർണായകം. ഒരു മാസക്കാലം സ്വയം പരിശോധിക്കുക, സ്വയം തങ്ങളുടെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടികയിൽ കയറി തങ്ങളുടെ ബൂത്ത് വെച്ച് തങ്ങൾക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. പരിശോധിച്ച ശേഷം ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പ്രദേശത്തെ BLOയെ വേണമെങ്കിൽ ബന്ധപ്പെടാം. BLOയെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്പീൽ പരാതികളെല്ലാം നൽകുക എന്നുള്ളതിന് BLOമാർ ഇനിയും ഒരു മാസം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ BLOമാർ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തീർപ്പാക്കാനുള്ള സമയവും ഈ ഘട്ടത്തിലാണ്. പ്രവിത, വ്യക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും സ്വയം പരിശോധിക്കണം ആ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്നു മുതൽ ഒരു മാസം പരാതികൾ അറിയിക്കാമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ജയിലിലെ തടവുകാർക്ക് സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ജയിലാസ്ഥാനത്തെ DIG-ആയി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും
MK വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2022-ലും 2023-ലും MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അട്ടിമറിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ സംരക്ഷിച്ചത്. പിന്നാലെയാണ് കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശുപാർശ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകി 4 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നത് ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും ആലപ്പുഴയിലെ വീട്ടിലും വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണി എന്ന ദാവൂദ് മണിയെ കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം. ചെന്നൈയിലുള്ള ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുണ്ടെന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ്. പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമെന്ന നിലയിൽ ഗോവർദ്ധൻ SITക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും SIT വിലയിരുത്തുന്നു. ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണത്തിന്റെ BSSCയിലെ പരിശോധനാ ഫലം നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച. അതിനിടെ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾക്കൂട്ടത്തിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായി രാംനാരായൺ കൊല്ലപ്പെട്ടത്. ആദ്യ ദിവസങ്ങളിൽ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്ന് പലരും രക്ഷപ്പെട്ടെന്ന സംശയമാണ് ഉയരുന്നത്. മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതും വീഴ്ചയായി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇതിനിടെ ആൾക്കൂട്ടക്കൊലയിൽ ഇപ്പോൾ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ഈ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും എന്നൊക്കെ. അല്ല, യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനാണ് ഇതിന്റെ ചാർജുള്ള ആള്. അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. മറുപടി പറയണം പ്രതിപക്ഷ നേതാവ്. അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയട്ടെ. എന്താണെന്ന് എനിക്കറിയില്ല, എന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഏതാനും കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് നമുക്ക് ആലോചിക്കാം പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും എന്നോട് പറഞ്ഞിട്ടില്ല. വേണുഗോപാല് ഡൊമിനിക് പ്രസന്റേഷൻ 2 പേരാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു അവർ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് ഇത്ര പേരാണ് കൗൺസിലർമാരാണ് പിന്തുണച്ചതെന്നുള്ള അത് വിശ്വസനീയമാണോ? 3 പേരുടെ പിന്തുണ എന്നുള്ള ഇപ്പോൾ നമ്മളിപ്പോ വേണുഗോപാലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. 2 ഗ്രൂപ്പ് നേതാക്കളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു നിരീക്ഷകൻ ഇല്ലാതെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വിശ്വസിക്കണം എന്നുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അതിപ്പോൾ അവർ പറഞ്ഞ കണക്ക് എനിക്കറിയില്ല, എന്നോട് കണക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് കോർ കമ്മിറ്റി കൂടിയിട്ടില്ല. ഇന്ന് കോർ കമ്മിറ്റി കൂടുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലത്തെ ഈ അഭിപ്രായത്തിന് ശേഷം, പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായത്തിന് ശേഷം നമുക്ക് കോർ കമ്മിറ്റി കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് വരാം എന്നായിരുന്നു DCC പ്രസിഡന്റ് കോർ കമ്മിറ്റി അംഗങ്ങളോട്, ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം ആരെയാണ് ബന്ധപ്പെട്ടത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്നുള്ളത് എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും നേരം ചോദിച്ചിട്ടും കോർ കമ്മിറ്റി ഇല്ലേന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് വരട്ടെ പറയാമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതെ, നിരീക്ഷകൻ വന്നിട്ടില്ല. ഇവിടെ ഉള്ള ആളുകൾ തന്നെ 2 പേരായിരുന്നു അതിൻ്റെ അകത്ത് ചോദിച്ചത്.
അതെ, എന്നെ സംബന്ധിച്ച് KPCC എന്ത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പമായിരിക്കും ഞാൻ. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. പറഞ്ഞ സർക്കുലർ വായിച്ച മനസ്സിലാവുന്ന ഒരു സീനിയർ നേതാവിന് തന്നെ മേയർ സ്ഥാനം കൊടുക്കണമെന്നാണ്. താങ്കളാണ് ഈ പറഞ്ഞത്, ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു നേതാവ് താങ്കളെ തഴഞ്ഞതായിട്ട് തന്നെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്, അത് ചാർജ് ഉള്ളവരാണ് പറയേണ്ടത്. അല്ല, ഇപ്പോ അനൗൺസ് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടി വരുമല്ലോ. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ഒരു പരിഭവവുമില്ല, ഒരു പ്രശ്നവുമില്ല. KPCC എന്ത് തീരുമാനിക്കുന്നോ, ഞാനിപ്പോൾ KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇന്ന കാര്യങ്ങൾ, നോംസിന്റെ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ KPCC ഇടപെടുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നേതാക്കൾ തിടുക്കപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. അതൊക്കെ KPCC പ്രസിഡന്റ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നല്ലോ കൊച്ചി നഗരസഭയുടെ ചാർജ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയട്ടെ, എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത്തരം തീരുമാനം വന്നു എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. അത് ഞാൻ പറയുന്നില്ല. എറണാകുളത്തെ ഗ്രൂപ്പ് നേതാക്കളുടെ അവരുടെ ഒരു ഹിഡൻ അജണ്ട തന്നെ നടപ്പാക്കുകയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. വളരെ ഏകപക്ഷീയമായി പോയി. ഇതിലെന്തായാലും KPCC പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 നോംസ് ചെയ്തതായി കാണുന്നില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകാവുന്നേ ഉള്ളൂ. നോംസ് എന്ന് പറയുന്നത് വളരെ എല്ലാവരും പരസ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് 2-3 നോംസ് ഉണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് കോർ കമ്മിറ്റി ഇപ്പോൾ ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞതും വിളിച്ചിട്ടില്ല. ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞ കോർ കമ്മിറ്റി അല്ല, അതിൽ തർക്കമുണ്ടായാൽ KPCCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിലധികം ആളുകൾ അവകാശവാദം ഉന്നയിച്ചാൽ തർക്കമുണ്ടായാൽ KPCCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 2-3 ആളുകൾ വരുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് KPCCയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു അത് മോണിറ്റർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പല ആളുകളോടും പല കൗൺസിലർമാരെയും അവരെ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് വന്ന് അഭിപ്രായം എടുത്തിരിക്കുന്നത്. അതൊക്കെ അതെ. അവർ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെ അഭിപ്രായം എടുക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. ഇത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാ പിന്തുണയും KPCCക്കും DCCക്കും ഒക്കെ ഉണ്ടാകും എൻ്റെ ഭാഗത്ത് നിന്ന്. തീരുമാനം എടുക്കേണ്ട ആളുകളാണ് അതിൻ്റെ ഔചിത്യം കാണിക്കേണ്ടതും അത് ഏത് രീതിയിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതും അവരാണ് മറുപടി. പിന്തുണ ഉണ്ടോ എന്നുള്ളത് അത്തരത്തിലൊരു പ്രോസസ്സ് നടന്നിട്ടില്ലല്ലോ. രഹസ്യമായി അപ്പം എനിക്ക് പിന്തുണ ഉണ്ടോ എന്നറിയണമെങ്കിൽ അങ്ങനെ രഹസ്യമായിട്ടൊരു പ്രോസസ്സ് നടത്തണമായിരുന്നു. ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനൊരു അവസരം കൊടുക്കണമായിരുന്നു. എന്തിനാണ് അതിനെ ഭയപ്പെട്ടതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അങ്ങനെ ഒന്ന് രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയാൽ, അപ്പോൾ ഇന്നലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടായി, രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തണം അംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല. അത് വേണ്ട, പരസ്യമായി തന്നെ മതി എന്നൊരു തീരുമാനത്തിൽ എത്തിയത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശങ്കയാണ്. KPCC എന്നൊരു നിരീക്ഷകൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ പറഞ്ഞ കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിരീക്ഷകൻ വന്നിട്ടില്ല. ഇവിടെ 2 ഗ്രൂപ്പ് നേതാക്കളാണ്, ഡൊമിനിക് പ്രസന്റേഷനും വേണുഗോപാലും. ഇതിനെ താങ്കൾ ആദ്യം മുതൽ എതിർത്തിരുന്നു. ഇന്നലെ തന്നെ ഞാൻ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ KPCCയുടെ സർക്കുലർ പാലിക്കപ്പെടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈ നടത്തിയ ആളുകളോടും തീരുമാനിച്ച ആളുകളോടും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല, പരാതിയുമില്ല. ഇതൊക്കെ ഔചിത്യപൂർവ്വം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഔചിത്യപൂർവ്വം വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഹയർ അതോറിറ്റി ഉണ്ടല്ലോ, KPCC ഉണ്ടല്ലോ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ മറുപടി പറയട്ടെ, എനിക്കറിയില്ല. പിന്തുണ കൂടി തീരുമാനിച്ചിട്ടാണ്, അറിഞ്ഞ ശേഷമാണ് ഇങ്ങനെ മേയർമാരെ തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ഈ പുറത്ത് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ നമുക്ക് വിശ്വസനീയമാണോ? ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതൃപ്തി പ്രകടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല? ടേമിനെ കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ആരും ചോദിച്ചിട്ടില്ല, യാതൊരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയിരുന്ന ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്
താങ്കൾക്ക് ഒരു വലിയ പരിഗണന തരും, പ്രഥമ പരിഗണന KPC സർക്കുലറിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അത് തീരുമാനിച്ച ആളുകളാണ് പറയേണ്ടത്. എനിക്കതിന് ഉത്തരം പറയാൻ കൊച്ചി മേയർ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് KPCC ജനറൽ സെക്രട്ടറിയും ഒപ്പം മേയർ സ്ഥാനത്തേക്ക് മുൻപ് പരിഗണിക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ചില ചില വ്യവസ്ഥകൾ അത് പാലിച്ചിട്ടില്ല എന്നുള്ളത് ദീപ്തി മേരി വർഗീസ് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു. ഇതിൽ പ്രതികരണം നടത്തേണ്ടത് താനല്ല, മറിച്ച് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമാണ്. അവർ പറയട്ടെ എന്നുകൂടി പറയുകയാണ്. അതേസമയം തനിക്ക് യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല, പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിവാദ പരാമർശവുമായി BJP നേതാവ് C കൃഷ്ണകുമാർ. കള്ളുകുടിച്ചാണ് കാരൽ നടത്തിയത് എന്നും കാരൽ സംഘം മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയെന്നും C കൃഷ്ണകുമാർ ആരോപിച്ചു. മാന്യമല്ലാത്ത കാരൽ നടത്തിയാൽ അടികിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരോൾ സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ ആക്രമണമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് BJP നേതാവ് C കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. കുട്ടികൾ കള്ളുകുടിച്ചെത്തിയെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊതുവായി പറഞ്ഞതെന്ന് C കൃഷ്ണകുമാറിന്റെ വിശദീകരണം. മാന്യമായല്ലാതെ കാരോൾ നടത്തിയാൽ അടികിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തി. ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കാരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് DYFI. വധശ്രമം, കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് RSS പ്രവർത്തകനായ അശ്വിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പാലക്കാട്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. മതപരിവർത്തനം ആരോപിച്ച് BJP വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതിയുള്ള യുവതിയെ അടക്കം കയ്യേറ്റം ചെയ്തു. സമാധാനപരമായി ക്രിസ്മസ് ആഘോഷിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപടിയെടുക്കണമെന്ന് CBCI ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മിഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. ജോൺസൺ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടന്ന പരിപാടിക്കിടെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തിയാണ് സംഘർഷമുണ്ടാക്കിയത്. മതപരിവർത്തനം ആരോപിച്ചാണ് അക്രമി സംഘം സംഘാടകരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മതപരിവർത്തനം അല്ലെന്നും എല്ലാ വർഷവും നടക്കുന്ന ആഘോഷ പരിപാടിയാണെന്നും വിശദീകരിച്ച കാഴ്ചപരിമിതിയുള്ള യുവതിയെ അഞ്ജു ഭാർഗവ കയ്യേറ്റം ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം നടന്നത്. എന്നാൽ സംഭവത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ CBCI അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അഞ്ജു ഭാർഗവയെ BJPയിൽ നിന്നും ഉടൻ പുറത്താക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. 24 ഡൽഹി. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡ് കടന്നു. ഒരു പവന് വില 1 ലക്ഷം കടന്നു. ഇന്ന് പവന വില 1760 രൂപ കൂടി 1,100,100 രൂപയും ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായി. പോയ വർഷം സ്വർണ്ണവിലയിൽ ഉണ്ടായത് 50% വർധനയാണ്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $4,500 കടന്നു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡലപൂജയ്ക്ക് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. സന്നിധാനത്ത് ഇന്ന് ഇതുവരെ 60,000-ഓളം ഭക്തർ ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. 26 വൈകിട്ട് തങ്കയങ്കി സന്നിധാനത്തെത്തും. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തികുറിച്ചുള്ള മണ്ഡലപൂജ ശനിയാഴ്ചയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ വൻ പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താൽക്കാലികമായി നിർത്തിയെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി.
ഇതോടെ വാർത്താസന്ധ്യ പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതിയുടെ സർ എന്ന പരിപാടിയുമായി എത്തുന്നു പ്രജൻസിക്ക. നമസ്കാരം.